അൻഹു മാലുഹു വമാ കസബ്, അവന് അവൻ്റെ ധനവും അവൻ സമ്പാദിച്ചു വെച്ചതൊന്നും അവൻക്ക് ഉപകാരപ്പെട്ടിട്ടില്ല. സയസ്ലാ നാറൻ ദാത ലഹബ്, ജ്വാലയുള്ള ഒരു അഗ്നിയിൽ, അതായത് നരകത്തിൽ അവൻ വഴിയെ കടന്നരിയും. വംറഅതുഹു ഹമ്മാലത്തുൽ ഹത്വബ്, അവൻ മാത്രമല്ല അവൻ്റെ ഭാര്യയും, അതായത് വിറക് ചുമട്ടുകാരിയായ അവൻ്റെ ഭാര്യയും നരകാഗ്നിയിൽ കടന്നിരിക്കും. വിറക് ചുമട്ടുകാരി എന്ന് വിശേഷിപ്പിച്ചത് രണ്ടർത്ഥത്തിലാണ് എന്ന് പറയുന്നുണ്ട്. ഒന്ന് ഏഷണിക്കാരി എന്ന അർത്ഥത്തിലും, അതല്ലെങ്കിൽ നബി തങ്ങളുടെ വഴിമുടക്കിയത് ഓരോ മുള്ളും കല്ലും ആ ഒരു രീതിയിൽ ഒരു വഴിമുടക്കിയ കാരണത്താലാണ് വിറക് ചുമട്ടുകാരി എന്നും പറയുന്നുണ്ട്. ഫീ ജിദിഹ ഹബ്ലും മിൻ മസദ്, അവളുടെ കഴുത്തിൽ ഈന്തനാരിനാൽ പിരിച്ച ഒരു ചൂടിക്കയർ കൂടി ഉണ്ടായിരിക്കും. ആ നരകത്തിലുള്ള കാര്യമാണ് പറയുന്നത്. നരകത്തിൽ അവളുടെ കഴുത്തിൽ ഈന്തനാരിനാൽ പിരിച്ചൊരു ചൂടിക്കയറും ഉണ്ടായിരിക്കും. എങ്ങനെയാണോ ഇവിടെ നബി തങ്ങളെ ബുദ്ധിമുട്ടിച്ചത്, അതുപോലെ തന്നെ അവിടെ നരകത്തിൽ ആ രീതിയിൽ തന്നെ ശിക്ഷ അനുഭവിക്കും എന്നാണ് പറഞ്ഞത്. ഈ ഒരു സൂറത്ത് ഇറങ്ങിയത് അവർ രണ്ടുപേരും ജീവിച്ചിരിപ്പുണ്ടപ്പോൾ തന്നെയാണ്. മാത്രമല്ല അള്ളാഹുവിൻ്റെ ശാപവാക്കാൽ തന്നെ അബൂലഹബിൻ്റെ മകൻ ഒരു സിംഹത്തിനിരയായി. മാത്രമല്ല അബൂലഹബാവട്ടെ ഒരു വസൂരി പിടിപെട്ട് ദേഹം മുഴുവൻ ദുർഗന്ധമായി ശവ സംസ്കാരത്തിന് പോലും ആളെ കിട്ടാതെ വളരെ ബുദ്ധിമുട്ടിയാണ് അതിനുശേഷം ജീവിച്ച് മരിച്ചത്. പരലോകത്തിലാണെങ്കിൽ പറയുകയും വേണ്ട. മാത്രമല്ല അവൻ ഉദ്ദേശിച്ച കാര്യം നടന്നതുമില്ല. അവൻ്റെ ധനവും അവൻ്റെ മക്കളും അവന് ഉപകാരപ്പെട്ടിട്ടുമില്ല. ഈ ഒരു സൂറത്ത് നമുക്ക് മനസ്സിലാക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യനായിരുന്നിട്ട് പോലും അവർ നബിക്ക് എതിരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യനായിരുന്നിട്ട് പോലും അല്ലാഹു തആല ഖുർആനിൽ തന്നെ പേരെടുത്ത് ശപിച്ച് എന്ന് പറയുമ്പോൾ പ്രവാചക ദൗത്യത്തെ എതിർത്ത ഏതൊരു വ്യക്തിയാണെങ്കിലും അവർക്ക് നാശം എന്നാണ് അള്ളാഹുവിൻ്റെ ശാപം. ഇൻഷാ അല്ലാഹ് അടുത്തതായിട്ട് സൂറത്തുൻ നസ്ർ നമുക്ക് പഠിക്കാം. അസ്സലാമു അലൈക്കും.